Dear students, welcome to Frank Lectures. I am Vandana. ഇന്ന് Physics for Information Science Module 3 Question Prediction Series ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Differentiate intrinsic and extrinsic semiconductor. അതേപോലെ തന്നെ ചോദിക്കാവുന്ന വേറെ ക്വസ്റ്റ്യൻ ആണ്. What are extrinsic semiconductors? How are they formed? അല്ലേ? നിങ്ങൾ +2 മുതലേ കേൾക്കുന്നതാണ്. ഇൻട്രിൻസിക്കും ഉണ്ട്, എക്സ്ട്രിൻസിക്കും ഉണ്ട്. അതായത് സോളിഡ്സിന് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഏതൊക്കെയാ? കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. അല്ലെ? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിൽ അല്ലെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 1 ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലാണ് വരുന്നത്. അപ്പോ എന്താണ് ഒരു നോർമൽ സ്റ്റേറ്റിൽ അതെന്തായിരിക്കും? ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും? അതിന് എനർജി, ഹൈ എനർജി കിട്ടിക്കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ എന്തായിട്ട് മാറും? കണ്ടക്ടേഴ്സ് ആയിട്ട് അല്ലെ? കണ്ടക്ടിവിറ്റി കാണിക്കും. ഓക്കെ, അപ്പം ഈ സെമി കണ്ടക്ടറിനെ തന്നെ എന്ത് ചെയ്തേക്കോളാ? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ്. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും അതേപോലെ തന്നെ നമ്മുടെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും. ഓക്കെ, അപ്പം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് അല്ലെ? അതായത് എ പ്യുവർ സെമി കണ്ടക്ടർ ഇൻ വിച്ച് നോ ഇമ്പ്യൂരിറ്റീസ് ആർ ആഡഡ് ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഏതൊക്കെയാ? പ്യുവർ ജെർമേനിയം, സിലിക്കൺ ഇൻ ദർ നാച്ചുറൽ സ്റ്റേറ്റ് ആർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഡൗട്ട് ഇല്ലല്ലോ? ബാലൻസിലുണ്ടോ? സിലിക്കൺ ഒക്കെ ആകുമ്പോ എത്ര? +4 അല്ലെ? സെമി കണ്ടക്ടറിന്റെ ബാലൻസ് ഇലക്ട്രോൺ എത്ര? 4 ആയിരിക്കും വരുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. സീനില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആളെ നോക്കാം. അടുത്ത ആൾ ആരടാ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് കൂട്ടണം അല്ലെ? ആ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യും. ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? ഡോപ്പിംഗ് എന്നാണ് പറയാം അല്ലെ? അപ്പൊ ഡോപ്പിംഗ് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് പെന്റാവാലന്റ് എലമെന്റ്സ് ആയിട്ടുള്ള ആഴ്സനിക്, ആന്റിമണി, ഫോസ്ഫറസ് വെച്ച് ചെയ്യാം. അതേപോലെ ട്രൈവാലന്റ് എലമെന്റ്സ് ആയിട്ടുള്ള ഇൻഡിയം, ബോറോൺ, അലൂമിനിയം വെച്ചിട്ട് ചെയ്യാം അല്ലെ? അപ്പൊ ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സെമി കണ്ടക്ടറിനെയാണ് എന്ത് പറയാ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. അത് പെന്റാവാലന്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയടാ? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. കാരണം അതാ പെന്റാവാലന്റ് ആണല്ലേ? അപ്പൊ 5 ആണ് അവിടുത്തെ വാലൻസി. ഇവിടെ എന്താ? 4 എണ്ണം നമുക്ക് മതി. എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ അങ്ങ് വരും അല്ലെ? എക്സ്ട്രാ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വരും. അപ്പൊ ബാക്കി 4 എണ്ണം ഇവിടെ സെറ്റ് ആവും. അറിയുന്നല്ലേ? നിങ്ങൾ +2 പഠിച്ചാണ് അല്ലെ? അപ്പം ഡീറ്റെയിലിംഗ് പോണിൽ നമ്മുടെ ക്രാഷ് ആണ്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്തു? എക്സ്ട്രാ വരും. അപ്പൊ അത് എന്തായിട്ട് മാറും? എൻ ടൈപ്പ് ആവും. അതേ സമയത്ത് ട്രൈവാലന്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 4 പേരുണ്ടടുത്ത് 3 വന്നു. അപ്പൊ അവിടെ എന്ത് പറ്റും? അവിടെ എന്താ ഉണ്ടാവണം മക്കളെ? അവിടെ വേക്കൻസി ആണ് വരുന്നത് അല്ലെ? അവിടെ ഹോൾസ് ആണ് ഉണ്ടാവുന്നത്. അങ്ങനെ നമുക്ക് പി ടൈപ്പ് ഉണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് എ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ദാറ്റ് ഹാവ് ബീൻ ഡോപ്ഡ് വിത്ത് impurities to alter its electrical conductivity. കണ്ടക്ടിവിറ്റി ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ, മറന്നു പോകരുത്. The deliberate addition of an impurity in a semiconductor is called achieved through doping. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. In an eccentric semiconductor there are two types of dopants are used. എന്താ? പെന്റാവാലന്റ് ഏതൊക്കെയാ? ആഴ്സനിക്, ആന്റിമണി, ഫോസ്ഫറസ്. Trivalent, indium, boron, aluminum. The pentavalent and trivalent elements used for doping also give us two different types of extrinsic semiconductor. N-type extrinsic semiconductor and P-type extrinsic semiconductor. അപ്പൊ extrinsic semiconductor എന്താണെന്ന് മനസ്സിലായല്ലോ? Intrinsic semiconductor എന്താണെന്ന് മനസ്സിലായല്ലോ? ക്ലാസിഫിക്കേഷൻ ഒക്കെ റെഡി ആണല്ലോ? ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, ഡിസ്റ്റിങ്വിഷൻ ഒന്ന് എന്ത് ചെയ്യാം? നോക്കാം. എന്താടാ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ എന്താണ്? ലോ ഇമ്പ്യൂരിറ്റി കണ്ടന്റ് ആണ്. അതേ സമയത്ത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താ? ഹൈ ഇമ്പ്യൂരിറ്റി കണ്ടന്റ്. എന്ത് കൂട്ടിയിട്ടുണ്ട്? ഇമ്പ്യൂരിറ്റീസ് ഡോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഇന്റൻഷണൽ ആയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഇമ്പ്യൂരിറ്റീസിനൊന്നും കൊണ്ടിടുന്നില്ല. ഇവിടെ നമ്മൾ ഡോണറും ഉണ്ട്, ആക്സെപ്റ്ററും ഉണ്ട് അല്ലെ? ഡോണർ ഇമ്പ്യൂരിറ്റി ഉണ്ട്, ആക്സെപ്റ്ററും ഉണ്ട്, എൻ ടൈപ്പും ഉണ്ട്, അതേപോലെ പി ടൈപ്പും ഉണ്ട്. ഇതെന്താണ്? ഫ്യൂ അവൈലബിൾ ഓഫ് ചാർജ് കാരിയർ ആണ്. ഇതിലെന്താ? അബണ്ടന്റ് ചാർജ് കാരിയേഴ്സ് ആണ്. പ്യുവർ കണ്ടക്ടിവിറ്റി ഉണ്ട്, എൻഹാൻസ്ഡ് കണ്ടക്ടിവിറ്റി ഉണ്ട്. ഇത് സിംഗിൾ ടൈപ്പ് ആണ്. ഇതെന്താ? 2 ടൈപ്പ്, എൻ ടൈപ്പും പി ടൈപ്പും ഉണ്ട്. ഇലക്ട്രോൺസും ഹോൾസും കാരണമാവുന്നുണ്ട്. ഇവിടെ എൻ ടൈപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺസും, ഹോൾസ് ആണെങ്കിൽ പി ടൈപ്പും ആണ്. ദെൻ എന്താ? ലോ കാരിയർ ഡെൻസിറ്റി ആണ്. ഇവിടെ ഹൈ കാരിയർ ഡെൻസിറ്റി ആണ്. ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ഇതിന് കൂടുതലാണ്, ഇതിന് ലോ ആണ്. ദെൻ എന്താണ്? റിലീസ് ഓൺ ലൈറ്റ് ഫോർ കാരിയർ ജനറേഷൻ. ഇതെന്താണ്? എൻഹാൻസ്ഡ് കാരിയർ ജനറേഷൻ ആണ്. ലിമിറ്റഡ് റോൾ ഇൻ
കോംപ്ലക്സ് സർക്യൂട്ട് എസെൻഷ്യൽ ഫോർ ആക്റ്റീവ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് നിങ്ങൾ എന്താണ് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ രീതിയിൽ കൺസെപ്റ്റിൽ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിനെന്താ തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്, ഇതിനെന്താ തെർമൽ സ്റ്റെബിലിറ്റി എന്താ വേരി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ലെസ് എഫിഷ്യന്റ് എനർജി കൺസപ്ഷൻ ആണ്, ഇത് മോർ എഫിഷ്യന്റ് എനർജി കൺസപ്ഷൻ ആണ്. എവിടെയൊക്കെ എന്റെ ആപ്ലിക്കേഷൻസ് എവിടെയാ, സോളാർ പാനൽ, ഫോട്ടോ ഡിറ്റക്ടർ, സെൻസർ, തെർമോ ഇലക്ട്രിക് ജനറേറ്ററിലൊക്കെ യൂസ് ചെയ്യാം. അതേ സമയത്ത് എക്സ്റ്റൻസീവ് സെമി കണ്ടക്ടർ പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ, ഡയോഡ്, ആംപ്ലിഫയർ, ലെമിറ്റ് എമിറ്റിംഗ് ഡയോഡ് കേട്ടോ. എന്താണ്, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ കുറെ പഠിച്ചു പോയാലേ നമുക്ക് എക്സാം എഴുതുന്ന സമയത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ മെയിൻ പോയിന്റ്സ് വെച്ചിട്ട് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് കയറ്റി അങ്ങ് വിടേണ്ടി വരും കേട്ടോ. അപ്പൊ ആ മെയിൻ പോയിന്റ്സുകളൊക്കെ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യാ, സെറ്റ് ആയിട്ടിരിക്കണം കേട്ടല്ലോ മക്കളെ. റെഡി അല്ലേ? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പൊ നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചേക്കുന്നത്, ഡിഫൈൻ Fermi level, show the graphical representation of Fermi energy with Fermi function at t equal to 0. അതായത് എന്താ ചോദിച്ചേക്കുന്നത്, നമുക്ക് ഫെർമി ലെവൽ എന്താന്നാ ചോദിച്ചേക്കുന്നത്. ഫെർമി ലെവൽ എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു 50% ഓഫ് ഇലക്ട്രോൺസ് കാണപ്പെടുന്ന എനർജി ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ ഫെർമി ലെവലിൽ 50% കാണുന്ന ലെവൽ കണ്ടുപിടിക്കണ്ടേ. അത് സാധ്യതയാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പ്രോബബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്താ പറയാ, probability of distribution അല്ലെ. നമ്മൾ തുടക്കം തന്നെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ അടക്കം പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, എഫ് ഓഫ് ഇ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, 1 + e⁻e - EF all divided by k into t. K എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കേട്ടോ. K എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻസ്, EF എന്ന് പറഞ്ഞാൽ ഫെർമി ലെവല്, ദെൻ ടി എന്ന് പറഞ്ഞത് ജൂളിലാണ് ഞാൻ തന്നേക്കുന്നത്. ജൂളിലാകുമ്പോഴുള്ള വാല്യൂ എത്രടാ, 1.38 × 10⁻23 ആണ്. അതേ സമയത്ത് നമ്മുടെ ഇലക്ട്രോൺ വോൾട്ടിലാകുമ്പോൾ 8.6 × 10⁻⁻5 ആണ്. ടി എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. അതൊക്കെ ശ്രദ്ധിക്കണം. ഡിഗ്രി സെൽഷ്യസിൽ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ, പ്രോബ്ലം വരാറുണ്ട് കേട്ടോ. അപ്പൊ ഡിഗ്രി സെൽഷ്യസിൽ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എന്തൊക്കെ മാറ്റിയേക്കണം, കെൽവിനിലേക്ക് മാറ്റിയേക്കണം. അപ്പൊ എന്താ ഫെർമി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എനർജി ലെവൽ അറ്റ് വിച്ച് ദ പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഓക്യുപ്പൈങ് എ സ്റ്റേറ്റ് ഈസ് 50% അറ്റ് എനി ടെമ്പറേച്ചർ. റെഡി ആണല്ലോ. ടെമ്പറേച്ചറിൽ 50% ഓക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു probability. Okay, it indicates electron distribution and position of carriers inside a semiconductor. അപ്പം നമ്മളോട് എന്ത് ചോദിച്ചിട്ടുണ്ട്, ഷോ ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഫെർമി ലെവലിന്റെ എന്ത് വെച്ചിട്ടുണ്ട്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊന്നും എന്ത് ചെയ്യാം, അറിഞ്ഞു വെക്കുക. എന്താണ്, 1/1 + e⁻e EF by KT ആണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം എന്ത് ചെയ്തടാ, ഞാൻ T = 0 കെൽവിൻ എടുക്കുകയാണ്. T = 0 കെൽവിൻ എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടാം, നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് ഇ = 1/1 + e⁻EF എന്താണ്, EF all divided by k into t ആണല്ലേ. അപ്പൊ k into 0 എന്ന് വരും. ഇതെപ്പോഴാ, ഞാൻ E = EF എന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. E അല്ല, E less than EF. EF-നേക്കാളും കുറവ് വരുന്നത്, ഫെർമി ലെവലിനേക്കാളും താഴെ എന്താ സംഭവിക്കുന്നതെന്നാണ് ആദ്യം ചോദിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇതെന്ത് പറ്റും, E⁻EF. EF എന്ന് പറഞ്ഞാൽ എന്താ, വലിയ വാല്യൂ ആണ് അല്ലെ. അപ്പൊ ചെറുതുനിന്ന് വലുത് കുറയ്ക്കുമ്പോ അതെന്തായിട്ട് മാറൂടാ, എന്തായിട്ട് മാറും, 1 + e⁻ നെഗറ്റീവ് വാല്യൂ ആണ്, നെഗറ്റീവ് ഡിവൈഡ് ബൈ 0. അപ്പൊ 1/1 + e⁻∞ എന്ന് വരും. ദെൻ ആ വാല്യൂ എന്തായിട്ട് മാറും, എന്താ വെച്ചാൽ 1/1 + ∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, e⁻∞ എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ. 1/1 + 0 = 1 എന്ന് വരും. അടുത്ത കേസ് ഞാൻ എടുത്തു, E greater than EF. അതായത് ഈ ഫെർമി ലെവലിന്റെ മുകളിലേക്ക് എന്താ സംഭവിക്കുന്നത് കേട്ടോ. അതായത് ഫെർമി ലെവലിൽ നിന്ന് പഠിക്കാനുള്ളതുകൊണ്ട് ഫെർമി ലെവലിന്റെ FOP-യുടെ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതോടെ ഒന്ന് സെറ്റ് ആക്കി വെക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, FOP = എന്ത് കിട്ടാം, 1/1 + e⁻EF all divided by k t ആണ് അല്ലെ. T = 0 ആണ്. ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ഇവിടെ എന്താ, ചെറുതിൽ നിന്ന് വലുതല്ലേ, വലുതിൽ നിന്ന് ചെറുത് തന്നെ കുറയ്ക്കുന്നത്. അപ്പൊ അത് പോസിറ്റീവ് വാല്യൂ തന്നെ വരും. 1 പോസിറ്റീവ് ഡിവൈഡഡ് ബൈ 0 എന്ന് വരും. അത് e⁻ ഉണ്ട് കേട്ടോ. 1 + e⁻, മനസ്സിലായി പോയോ. ഓക്കെ, 1/1 + e⁻. അപ്പൊ 1/1 + e⁻∞ എന്ന് വരും. 1 + e⁻∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാടാ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്
എത്രയാ ഇൻഫിനിറ്റി അല്ലെ 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് വരും. അപ്പൊ എന്ത് കിട്ടും ഇ റേസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അപ്പൊ 1/ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 0 ആവും. അതായത് ഫെർമി ലെവലിന്റെ മുകളിലേക്ക് എന്താണ് ഇലക്ട്രോൺസ് ഒന്നും ഓക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, താഴെയാണെങ്കിൽ എന്താ വാല്യൂ എനർജി ലെവൽ 1 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ എന്തുണ്ട് നമുക്ക് എന്ത് കിട്ടും ഏത് കിട്ടൂടാ നമ്മുടെ പ്രോബബിലിറ്റി കാണാൻ പറ്റും. ഇനി ഞാൻ ഏത് കേസും കൂടി എടുക്കുകയാണ്, ടെമ്പറേച്ചർ കൂടുതൽ എടുക്കുകയാണെന്ന് വിചാരിക്കും, ഈ ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു ഇ എഫ് എടുത്തു എന്ന് വിചാരിക്കും. ഈ ഈക്വൽ ടു ഇ എഫ് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും എഫ് ഓഫ് ഇ ഈക്വൽ ടു 1/1 പ്ലസ് ഈ ഈക്വൽ ടു ഇ എഫ് എന്ന് പറഞ്ഞാൽ അത് 0 ആയി പോകും, ഇ റേസ് ടു 0 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1/2 എന്ന് വരും. അപ്പൊ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും, നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാണ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഞാൻ എന്തെടുത്തു നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇ എടുത്തു. ഇവിടെ ഞാൻ എന്തെടുത്ത മക്കളെ ഇവിടുത്തെ എനർജി ഇ എടുത്തു. ഇതാണ് നമ്മുടെ ഇ എഫ്. ഇ എഫിന്റെ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ആണ്. അവിടെ ഒന്നും ഒരു പ്രോബബിലിറ്റി ഇല്ല. 1/2 ഇ ഈക്വൽ ടു ഇ എഫ് വരുന്ന സമയത്ത് 1/2 ആണ്. അതുവരെ 1ൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇത് ഏത് കേസിലാ ടി ഈക്വൽ ടു 0 കെൽവിനിലാണ്. പക്ഷേ ഏതൊരാണ് ടി ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ കേസ് പോലെ അല്ലല്ലോ അല്ലെ. എന്താണ് നമ്മൾ പറയണ ഇ എഫിന്റെ താഴേക്ക് ഒറ്റ ഇലക്ട്രോൺസ് കാണാൻ പാടില്ല പറഞ്ഞാല് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ എന്ത് പറ്റും ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഹാഫ് ഫിൽഡ് ആയിട്ട് അല്ലെ ഫിൽഡ് ആയിട്ട് ആരെ കാണാൻ പറ്റും നമ്മുടെ ആരെ കാണാൻ പറ്റും ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാവും ഉണ്ടോ. ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ടി ഗ്രേറ്റർ ദാൻ 0 കെ എന്ന്. അത് കെൽവിൻ കൂടുന്നതനുസരിച്ച് അതെന്തെയും കൂടുതൽ സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാല് അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ the probability of that available state of energy E will be occupied by an electron. It is f of ന്റെ ഇക്വേഷൻ കാര്യങ്ങള്. then t equal to 0 ആകുമ്പോൾ ഉള്ളതും t greater than 0 ആകുമ്പോൾ ഉള്ള ഗ്രാഫ് എന്ന് പറയുന്നത് അതിന്റെ ഡെറിവേഷൻ ആണ് എന്ത് ചെയ്തേക്കുന്നത് തന്നേക്കുന്നത് കേട്ടോ. ക്രാഷ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ഫെർമി ലെവൽ ഇൻ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. നമുക്ക് എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്. അതിൽ ഫെർമി ലെവൽ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കണം. നിങ്ങൾ ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ മിഡിലാണ് അല്ലെ, നമ്മുടെ എനർജി ഇ സി ഇ വി ഉണ്ടെങ്കിൽ അതിന്റെ നടുക്കായിട്ടാണ് ആരുണ്ടാവുക നമ്മുടെ എനർജി ബാൻഡ് എടുക്കുകയാണ്. ഈ സി ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, നമുക്ക് വാലൻസ് ബാൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ നടുക്കായിട്ടാണ് ആരുണ്ടാവുക നമ്മുടെ ഫെർമി ലെവൽ ഉണ്ടാവുക അല്ലെ, നമ്മുടെ ഫെർമി ലെവൽ ഉണ്ടാവുക. ഏതിന്റെ കേസില് ഇൻട്രിൻസിക്കിന്റെ കേസില്. പക്ഷെ എക്സ്ട്രിൻസിക് ആവുമ്പോഴോ എൻ ടൈപ്പ് എന്ന് പറയുന്നത് എൻ ടൈപ്പില് എന്താണ് എവിടെയാ കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്താണ് ഉണ്ടാവുക. പി ടൈപ്പ് എന്ന് പറയുന്നത് പി ടൈപ്പിലാണെങ്കിലോ ഫെർമി ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന്റെ അടുത്താണ് ഉണ്ടാവുക. ഫെർമി ലെവൽ ലൈസ് ക്ലോസർ ടു ദ കണ്ടക്ഷൻ ബാൻഡ്. അതേ സമയത്ത് പി ടൈപ്പ് ആണെങ്കിലോ പി ടൈപ്പ് ഈസ് എവിടെയാ, അതെന്തുകൊണ്ട് ഇക്വേഷൻ വരുന്നത്, നമ്മൾ എൻ ടൈപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത് ഇ സി ഈക്വൽ ടു നമുക്ക് എന്താണ് വരുന്നത് ഇ സി ഇസ് ഈക്വൽ ടു അല്ലെ ഇ സി ഇസ് ഈക്വൽ ടു അല്ല ഇ എഫ് ഇസ് ഈക്വൽ ടു ഇ സി മൈനസ് കെ ടി എൽ എൻ എൻ സി ബൈ എൻ ഡി എന്നാ വരുന്നത് അല്ലെ. അതേപോലെ പി ടൈപ്പ് ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താ ഇ എഫ് ഇസ് ഈക്വൽ ടു ഇ വി പ്ലസ് കെ ടി എൽ എൻ ഇൻറ്റു എൻ വി ബൈ എൻ ഡി എന്നാണ് അല്ലെ. അപ്പൊ ഈ ബാലൻസ് ബാൻഡിന്റെ അടുത്താണ് ആര് വരുന്നത് നമ്മുടെ പി ടൈപ്പ് ഇ വി പ്ലസ്. അപ്പൊ ബാലൻസ് ബാൻഡിന്റെ അടുത്താണ്. എൻ ടൈപ്പ് ആകുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിന്റെ താഴെ, ഇ സി മൈനസ് ആകുമ്പോൾ താഴെ. അതാണ് പറഞ്ഞേക്കുന്നത്. പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫെർമി ലെവൽ ക്ലോസസ്റ്റ് ടു ബാലൻസ് ബാൻഡ്. ഇനി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒറിജിനൽ വാല്യൂ എവിടെ ഇവിടെയല്ലേ കിടക്കുന്നത്, മിഡ്വേയിലേക്ക് വരുമ്പോഴാണ് ഇൻട്രിൻസിക് ആവുന്നത്. അപ്പൊ കണ്ടക്ഷനെ എൻ ടൈപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇ എഫ് എന്ന് പറയുന്നത് താഴേക്ക് ഷിഫ്റ്റ് ആവും. എന്ന് വെച്ചാൽ മിഡ്വേക്ക് എത്താൻ വേണ്ടിയിട്ട് മൂവ് ഡൗൺ ആവും. അതേ സമയത്ത് പി ടൈപ്പ് എന്താണ് ഇവിടുന്ന് മുകളിലേക്ക് മൂവ് അപ്പ് ആവും. അങ്ങനെ ആ എനർജി ലെവൽ എന്ത് ചെയ്യും ഷിഫ്റ്റഡ് ആവും. അതാണ് പറയുന്നത് ചുരുക്കിയിട്ട് ഇൻട്രിൻസിക് ലെവലില് ഫെർമി ലെവൽ സ്റ്റേസ് നിയർ മിഡ് ഗ്യാപ്പ്. ഇൻട്രിൻസിക്കലി മാറ്റമൊന്നുമില്ല, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് തിയററ്റിക്കലി പറയുന്നത്. ചെറിയൊരു ഷിഫ്റ്റ് വന്നാലായി ഓക്കെ. അതേ സമയത്ത് എൻ ടൈപ്പിൽ എന്താണ് ഇനീഷ്യലി അതെങ്ങനെയാണ് കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്താണ്. പക്ഷെ അതെന്ത് ചെയ്യും റിട്ടേൺസ് ടു ഏത് മിഡ് ഗ്യാപ്പ് ഓഫ് ഹൈ ടെമ്പറേച്ചറിൽ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മൂവ് അപ്പ് അല്ലെ.
അല്ല മൂവ്സ് ഡൗൺ, മൂവ്സ് ഡൗൺ. അതേപോലെ എന്താണ് ഇതിനകത്ത് എന്താ പി ടൈപ്പിൽ എന്താ ആദ്യം എവിടെ കിടക്കുന്നത് വാലൻസ് ബാൻഡിന്റെ തൊട്ട് മുകളിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം അത് എവിടേക്ക് തന്നെ എത്തണം ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ അത് മൂവ് അപ്പ് ആവും. അപ്പൊ എന്താ മൂവ്സ് അപ്പ്. ഡൗട്ട് ഇല്ലല്ലോ, ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് എവിടെയാണ് മിഡിലാണ്. ഓക്കെ, എന്താണ് ഈ C+eV/2 അല്ലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 0 കെൽവിനില്. ഇനി എന്താണ് 0 കെൽവിനിലുള്ള കാര്യം പറയുന്നത്. അപ്പൊ എൻ ടൈപ്പ് എവിടെ കിടക്കുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെ താഴെയായിട്ടാണ് ഫെർമി ലെവൽ കിടക്കുന്നത്. പി ടൈപ്പിലോ വാലൻസ് ബാൻഡിന്റെ മുകളിലായിട്ടാണ് ആര് കിടക്കുന്നത് നമ്മുടെ ഫെർമി ലെവൽ കിടക്കുന്നത്. ഇനി ചൂടാക്കുമ്പോ എന്താണ് നമുക്ക് ഇങ്ങനെ പ്രഷർ കയറുമ്പോൾ നമുക്ക് ഒന്ന് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയാൽ മതി തോന്നൂലേ, പരീക്ഷയ്ക്ക് ഒന്ന് കഴിഞ്ഞിട്ടാണ് നീണ്ടു തുറന്ന് കിടക്കാൻ തോന്നും. അതേമാതിരി ഇവർക്ക് എന്ത് ചെയ്യണം ആ മിഡ് വേക്ക് അങ്ങോട്ട് എത്തിയാൽ മതി. എന്ന് വെച്ചാല് എന്തൊരു ആ എനർജി ലെവൽ എന്തായിട്ട് മാറും, കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്ത് മുകളിൽ ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കുക, വീട്ടിൽ കണ്ട് എത്തിയാൽ മതി അല്ലേ, ഉറങ്ങിയാൽ മതി, കിടന്നാൽ മതി, നേരെ അങ്ങോട്ട് എന്ത് ചെയ്യും മൂവ്സ് ഡൗൺ ആവും. അതേ സമയത്ത് പി ടൈപ്പിൽ ഇത് എന്ത് ചെയ്യും മൂവ്സ് അപ്പ് ആവും, നല്ല മിഡിലേക്ക് എത്തുള്ളൂ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് കാണിച്ചേക്കുന്നത്. കൺസെപ്റ്റ് റെഡി അല്ലേ, ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചേക്കുന്നത്, obtain the expression for Fermi level in n-type semiconductor and explain the determination of energy gap. എന്താണ് നമുക്കതിന്റെ എന്ത് ചെയ്യണം, നമുക്കതിന്റെ എനർജി ഗ്യാപ്പും നമുക്ക് കാണണം. അപ്പൊ ഫെർമി ലെവൽ കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോ ഞാൻ എഴുതി, എന്താണ് EC - KT × ln NC/ND ആണ്. എനർജി ഗ്യാപ്പ് നമ്മള് NC × NV/Ni² എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ കൂടി എഴുതാം, നമ്മള് പ്യുവർ ഫോം അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം P × N / Ni² എന്നും എഴുതാം. രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ ഞാനൊരു ഡെറിവേഷൻ വേഗം ഒന്നുകൂടി ചെയ്തു തരാം. ഓക്കെ, നമ്മൾ വരുന്ന പല രീതിയിൽ പല ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർ ചിലപ്പോൾ സിലബസിൽ അതങ്ങ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താ അതുണ്ട് അല്ല അപ്പൊ നമുക്ക് അങ്ങ് ഇടാലോ എന്ന് വിചാരിച്ച് അങ്ങ് ഇടും കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. അപ്പൊ NC = നമുക്ക് എന്ത് എഴുതാം, ND എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഡോണർ ആയതുകൊണ്ട് എഴുതി കേട്ടോ. ND × EC - EF/KT ആണ്. ഇത് നമുക്ക് എന്ത് എഴുതാം NC/ND. ഞാൻ ലോഗരിതമിക് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലോഗരിതമിക് എടുത്തു കഴിഞ്ഞാൽ EC - EF / KT എന്ന് വരും. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടടാ EF = EC - അതായത് EF നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഇവരങ്ങോട്ട് കൊണ്ടുവന്നു EC - ln NC/ND. പിന്നെ ആരുണ്ട് ഒരു KT ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ അവിടെ കൊടുത്തു എന്തായത് KT ഇങ്ങോട്ട് വന്നു KT ln NC/ND എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമ്മളോട് ആരാണ് ചോദിച്ചേക്കുന്നത്, നമ്മുടെ എനർജി ഗ്യാപ്പ് കാരണം നമുക്ക് Ni² വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എന്തായിരുന്നു Ni² നമ്മൾ പഠിച്ചിട്ടുണ്ട് NC × NV × e (EG/ KT). Ni ആവുമ്പോ KT, Ni² ആവുമ്പോ KT, Ni ആവുമ്പോ റൂട്ട് എടുക്കണോണ്ട് /2 KT വരും കേട്ടോ. അപ്പൊ അത് നമുക്ക് എന്ത് എഴുതാം e (EG/ KT) എന്ന് പറഞ്ഞാൽ എന്ത് വരും NC × NV ഇവിടെ Ni² ഇതിനെ അങ്ങോട്ട് കൊണ്ടുവന്നു NC/NV എന്ന് വന്നു. അപ്പൊ ഞാൻ ln എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും -EG/ KT = എന്താണ് വരിക Ni² NC × NV എന്ന് വരും. നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇതിന് നെഗറ്റീവ് വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇൻവേർഷൻ ചെയ്യാം അല്ലെ. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് എഴുതാം EG/KT = നമ്മുടെ ln ഓഫ് എടുത്തില്ലേ ln ഓഫ് NC × NV / Ni² എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ. അപ്പൊ എന്ത് കിട്ടും EG = KT × ln ഓഫ് NC × NV / N² എന്ന് കിട്ടും. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഏത് ഫോമിൽ എഴുതാം, ടോട്ടൽ P ആണ്, P N വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് കാണാൻ പറ്റും. റെഡി ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അതായത് ln എന്ത് ചെയ്യാം ln P/Ni കൊടുക്കുക, ln N/Ni കൊടുക്കുക, എന്നിട്ട് അത് ജസ്റ്റ് കമ്പൈൻ ചെയ്താലും നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ അല്ലേ, റെഡി അല്ലേ? എല്ലാം കൂടെ കേട്ട് പേടിയാവുണ്ടോ? പേടിക്കരുത്. ഈ മൊഡ്യൂൾ കുറച്ചൊരു എന്താ പറയാ കുറച്ചൊരു ടഫ് എന്ന് വെച്ചാൽ ഡെറിവേഷൻസും കുറെ ഇക്വേഷൻസും ഒക്കെ വരുന്ന ഒരു മൊഡ്യൂളാണ്.
പക്ഷെ അത് നിങ്ങൾ കൺസെപ്റ്റ് സെറ്റ് ആക്കി വെച്ചാൽ മതി. പി വരുമ്പോ ഇങ്ങനെ, എൻ വരുമ്പോ ഇങ്ങനെ, എൻ ഐ വരുമ്പോ ഇങ്ങനെ ഇക്വേഷൻ, അങ്ങനെ ആ ഇക്വേഷൻസ് ഒക്കെ മാത്രം എന്ത് ചെയ്യുക, ഒരു എന്തെങ്കിലും എഴുതുക, ഷോർട്ട് നോട്ടിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇക്വേഷൻസ് മാത്രമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക, എക്സാമിന് രാവിലെ ഒക്കെ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി ബൈ ഹാർട്ട് ആക്കി വെക്കുക കേട്ടോ. അതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ ഒരു പ്രത്യേകതയാണ് അത് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ, കൺസെപ്റ്റ് റെഡി ആണല്ലോ, എല്ലാത്തിന്റെയും കൺസെപ്റ്റ് റെഡി ആക്കുക, അതുമായിട്ട് ബേസ് ചെയ്ത് നോട്ട് എഴുതുക, ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, ഡെറിവേഷൻസ് ഒക്കെ നോക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഉഷാറായിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതുക. നമുക്കിനി എന്ത് ചെയ്യാം, പിന്നെ കാണാം. അതുവരെ ദിസ് ഇസ് മീ വന്ദന, സൈനിങ് ഓഫ് ഫ്രം ഫ്രാങ്ക് ലെക്ചേഴ്സ്. താങ്ക് യു.